ഹായ് ഡിയർ ഫ്രണ്ട്സ്, തനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചുകൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയായിട്ടാണ് ചേമ്പും മാങ്ങയും അതുപോലെ ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല സ്വാദുള്ളൊരു കറിയാണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടി കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ എല്ലാം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് റെസിപ്പീസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ചേമ്പിൻ്റെ കൂടെ പുളി അല്ലെങ്കിൽ മാങ്ങ ഒക്കെ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ചെറിയ ചേമ്പാണെങ്കിൽ അതിനൊരു ചൊറിച്ചിലുണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളി ഉള്ള എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴുകിയിട്ട് ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ വിഭവമൊക്കെ വെക്കുമ്പോൾ മൺചട്ടി ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്നത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചേമ്പിന് അധികം വേവൊന്നുമില്ല, ഒരു 5-6 മിനിറ്റ് ഒന്ന് ചട്ടിയിലൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചേമ്പ് വെന്ത് കഴിഞ്ഞ് മാത്രമേ മാങ്ങ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ചേമ്പ് ആദ്യം ഒന്ന് വേവട്ടെ. സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ ഒന്ന് നന്നാക്കി എടുക്കാം. അതുപോലെ തന്നെ മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചതച്ചിട്ടാണ് ഇടാൻ പോകുന്നത് നമ്മുടെ കറിയിലേക്ക്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ കൂടെ അരക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ചേന ഒരു 1/4 ഭാഗത്തോളം ഒക്കെ വെന്തിട്ടുണ്ട്. ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ചെമ്മീൻ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട, ചുമ്മാ ഒന്ന് ഒരു പാനിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് കറിയിലേക്ക് ചേർത്താൽ മതിയാവും. അല്ല, വെള്ളമൊക്കെ പോയി വന്നാൽ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ അത് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ വറുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിൽ. അപ്പോൾ നന്നായിട്ട് ഈ ചെമ്മീൻ്റെ മണം വന്ന് വരുമ്പോഴേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ഇത് ഏകദേശം അത് മൂത്തിട്ടുണ്ടാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം ആ ഒരു ടൈമിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചേമ്പിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചേമ്പ് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ മാങ്ങ ചേർത്തിട്ടുള്ളത്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ കൂടി ഒന്ന് കുക്കായി വരേണ്ട സമയം. ആ സമയത്ത് നമ്മുടെ ചതക്കേണ്ട കാര്യങ്ങളും അതുപോലെ അരപ്പെല്ലാം റെഡിയാക്കി എടുക്കാം. ആ ഒരു ടൈമിൽ ഉണക്കച്ചെമ്മീൻ ആദ്യം ഒന്ന് മിക്സിയിൽ ഒന്ന് ചതച്ച് മാറ്റിയെടുക്കാം. എന്നിട്ട് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ വേവണമെന്നില്ല, അതിന് മുന്നേ തന്നെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അതിനിടയ്ക്ക്. അപ്പോൾ ആ മാങ്ങ വേവുന്നതിനോടൊപ്പം തന്നെ ചെമ്മീൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം നമ്മുടെ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി ചെല്ലും. ആ ഒരു ടൈമിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വീണ്ടും അടച്ചു വയ്ക്കാം. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയും കാര്യങ്ങളും എല്ലാം ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ ജാറ് കഴുകിയിട്ടില്ല, അതിൽ നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാവും. അത് വാഷ് ചെയ്യണമെന്നില്ല. അതിലേക്ക് തന്നെ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറിയ ജീരകം, ക്യുമിൻ സീഡും
വേണം, നല്ല ജീരകം എന്നും പറയും. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മുടെ ചേമ്പ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല കേട്ടോ. പിന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരക്കുമ്പോൾ പച്ചമുളകും അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് അതിനനുസരിച്ചൊന്ന് ക്രമീകരിക്കുക കേട്ടോ. നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പൊഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ചുറ്റിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാര്യം നമ്മുടെ കറി ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. ചേമ്പായതുകൊണ്ട് ഒന്ന് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള താളിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിയാം കേട്ടോ. നമ്മുടെ കറി താളിക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, വറ്റൽമുളക്, ഒരു 2-3 വറ്റൽമുളക്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തേങ്ങയുടെ എല്ലാ ഒരു പച്ചക്കുത്തെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഒരുപാട് തീയിലിട്ട് ഇങ്ങനെ തിളപ്പിക്കരുത്, ഒരു മീഡിയം തീയിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. പിന്നെ നമുക്ക് കറി താളിച്ചെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഉള്ളിയും മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം ഒന്ന് മൂപ്പിച്ചിട്ടതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുമിച്ചാണ് ചേർത്തത്. ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വരുമ്പോൾ ഞാൻ ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് മുളക് പൊടി ചേർത്ത് ഒന്ന് മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് വേണം ഇതെല്ലാം മൂപ്പിച്ചെടുക്കാനും പൊടി ചേർക്കാനും. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ വിഭവമാണ് നമ്മുടെ ചേമ്പും മാങ്ങയും ഉണക്കച്ചെമ്മീനും കൂടിയിട്ടുള്ള കറി. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്